ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്ന് ഒരു ചെറിയ ക്ലീനിങ് വീഡിയോ എടുക്കുന്നത്. ഓണമല്ലേ വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവൽ, നമ്മളെ ഓണം, വിഷു, പിന്നെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ദീപാവലി, അങ്ങനെ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കി എന്തെങ്കിലും ഡെക്കറേഷനെല്ലാം ചെയ്ത് വെക്കും. ഇതിപ്പം മെയിനായിട്ട് കുറേ ഫ്ലവർ വാങ്ങിയിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലവർ. നമ്മളെ ചെമ്മന്തി ചെട്ടി അതെല്ലാം ഇല്ലേ, അതെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നിങ്ങനെ തൂക്കിയിടണം. ഒരു ഓണത്തിൻ്റെ ഫീല് കിട്ടണമല്ലോ. പുറത്ത് താമസിക്കുന്നതാണെങ്കിലും നാട്ടിലുണ്ടാകുന്ന പോലത്തെ ഒരു ഫീല് കിട്ടണം. ഇത് ചെറിയൊരു വില്ലയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റഷ് തോന്നും. ഇതൊക്കെ ഞാൻ ഓരോ വർഷങ്ങളിലായിട്ട് ഇങ്ങനെ വാങ്ങി വെക്കുന്നതാണ്. പിന്നെ സോഫയ്ക്ക് വിരിക്കേണ്ട സോഫ കവറെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ്. അതിപ്പം കുറേ നാളായിട്ട് കൊണ്ടുവന്നത് ഒരുപാടുണ്ട്. ഇപ്പം 2-3 വർഷമായിട്ട് ഞാൻ കൂടുതലൊന്നും വാങ്ങാറില്ല. നാട്ടിൽ ഓണത്തിൻ്റെ സമയത്താണ് നമ്മളധികം നാട്ടിൽ പോകുന്നത്. അപ്പോൾ ഫെയറൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ സോഫ കവറും പിന്നെ കുഷ്യൻ കവറൊക്കെ ഉണ്ടാവും. കുഷ്യൻ കവർ ഞാൻ ഒരു പ്രാവശ്യം മറ്റേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അറിയാമല്ലോ, കുഷ്യൻ കവർ എനിക്ക് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുഷ്യൻ കവറിൻ്റെ ക്രോഷ്യറ്റ് കുഷ്യൻ കവർ. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ വിരിക്കുന്നതുണ്ടല്ലോ, അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് കൂടുതൽ കച്ചറയൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വിരിക്കുന്നതാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനെ കണ്ടിട്ട് ശീലിച്ചതാണ്. അമ്മ എപ്പോഴും ഇങ്ങനെ സോഫയ്ക്ക് ഇങ്ങനെ വിരിക്കുന്നത് കാണാം. നമ്മൾ നാട്ടിൽ തന്നെ കൈത്തറി ഷോപ്പും അതിലൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നിന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതാണ്. അത് കണ്ട് ശീലിച്ച് ഇപ്പം ഞാനും അങ്ങനെയായി. ഇപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല നല്ല കളറുകൾ നോക്കിയിട്ട് വാങ്ങി വെക്കും. അത് പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുഷ്യൻ കവർ, അത് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇന്ന് പിന്നെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് മോളും കൂടിയുണ്ട്. അപ്പോൾ അവളും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഞാനിതിപ്പം ട്യൂസ്ഡേ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ന്യൂസിൽ കണ്ടിരുന്നു നാട്ടിൽ നല്ല മഴയാണ്, ഓണം വെള്ളത്തിലാവുമോ എന്നെല്ലാം പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായി. പിന്നെ പൂക്കളൊക്കെ നന്നായി കിട്ടുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ അങ്ങനെ എല്ലാ വർഷവും അധികം പൂക്കളൊന്നും കിട്ടാറില്ല. കഴിഞ്ഞ വർഷം കുറച്ച് കൂടുതൽ പൂക്കൾ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഒരു വലിയ പൂക്കളം തന്നെ ഉണ്ടാക്കിയത്. മോളാണ് അതൊക്കെ ഡിസൈൻ ചെയ്യുന്നതും ഇടുന്നതും എല്ലാം. അവൾ ചെറുതായിട്ടുണ്ടാവുമ്പോൾ ഞാനാണ് ഇട്ടിട്ടുണ്ടായത്. പിന്നെ അവൾ നാട്ടിൽ അധികം ആഘോഷിച്ചിട്ടില്ല. വിഷു തീരെ ആഘോഷിച്ചിട്ടില്ല. ഓണം പിന്നെ ചില വർഷം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ അവൾ തന്നെയാണ് എല്ലാം ചെയ്യുക. അവൾ വരക്കുകയും ചെയ്യും. അപ്പോൾ അവൾക്ക് വിട്ടുകൊടുത്തതാണ് അത്. അവൾ പറയണ്ടേ എങ്ങനെയൊക്കെ ഇതൊക്കെ നടക്കുന്നതെന്നുള്ളത്. അങ്ങനെ വിഷുവിൻ്റെ കണിക്കൊന്നയൊക്കെ ഞാൻ എടുത്തു മാറ്റുന്ന, അത് പ്ലാസ്റ്റിക്കാണ്. നാട്ടിൽ നിന്ന് എൻ്റെ ചേച്ചി കൊടുത്തു വിട്ടതാണ്. ഇനിയിപ്പം കർട്ടനും ഇതൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് റെഡിയാക്കണം. നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പുറത്തു പോയി തുമ്പപ്പൂ, ഓടപ്പൂ ഇതൊക്കെ നമ്മളിങ്ങനെ പറിച്ചുകൊണ്ട് വരൂലേ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ പൂക്കൾ അങ്ങനെ ഓണപ്പൂക്കളായിട്ട് ഒരുക്കിയിട്ടുണ്ടായിട്ടില്ല. മോള് കുറച്ച് വലുതായതിന് ശേഷം, അവൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പൂക്കൾ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ പണികളിലൊക്കെ ഇങ്ങനെ മോള് അടിച്ചു വാരി പിന്നെ ഞാനത് തുടച്ച് വൃത്തിയാക്കി നിലമൊക്കെ. അതിന് ശേഷമാണ് ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഇതെല്ലാ ഓണം, വിഷു, ദീപാവലി എല്ലാ സമയമാകുമ്പോൾ ഇത് പുറത്തേക്ക് വരിക. ഇതൊക്കെ അലങ്കരിച്ചതിനൊരു സന്തോഷമാവും. അങ്ങനെ വലിയൊരു അലങ്കാരപ്പണിയൊന്നുമില്ല. ഇങ്ങനെ ഈ ഫ്ലവർ ഇങ്ങനെ തൂക്കിയിടും, അത്ര തന്നെ. പിന്നെ പൂക്കളിടും, അത് തന്നെ ഉള്ളൂ. എൻ്റെ ഈ ചെറിയ അലങ്കാരപ്പണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നൊന്ന് പറയണം കേട്ടോ. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ക്രോഷ്യ സ്റ്റാറാണത് കേട്ടോ. ഞാൻ ഒരു ദിവസം അതൊക്കെ കാണിക്കാം വീഡിയോൻ്റെ അകത്ത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് അലങ്കാരപ്പണികൾ. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ്. ചോറ് നേരത്തെ വെച്ചിട്ടുണ്ടായി, ഇനി കുറച്ച് വറവാക്കണം. പിന്നെ കറി ഇന്നലെ ഉണ്ടാക്കി വെച്ചതുണ്ട്. അപ്പോഴാണ് ഏട്ടൻ വന്നപ്പം ഓഫീസിൽ നിന്ന് ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞത്.
പിന്നെ വറവിന് കട്ട് ചെയ്തൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച്. ചോറ് പിന്നെ രാത്രി കഴിക്കാമല്ലോ. ബിരിയാണി ഇങ്ങനെ അധിക ദിവസവും ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ ചോറ് വെച്ചത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കൽ തന്നെ ഉണ്ടായാൽ. നമ്മൾ രണ്ടാളും മാത്രമേ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നുള്ളൂ. ഏട്ടൻ കഴിച്ചിട്ട് പോയി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ലേറ്റാവും വരാൻ വേണ്ടിയിട്ട്. ഇത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന ബിരിയാണിയാണ്. ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ട് ഞാൻ പണ്ട് ഇവിടെ വന്ന സമയത്ത് മാത്രമാണ് ഈ ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുക. എനിക്ക് ആ സമയത്ത് ഒന്നും അറിയില്ല. അതുകൊണ്ട് ഇത് കൈമ റൈസ് ഏതാ ബസ്മതി റൈസ് ഏതെന്ന് അറിയാത്തത് കൊണ്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പം കൈമ റൈസിൽ കഴിച്ച് ബസ്മതി റൈസ് അത്ര ടേസ്റ്റ് പിടിക്കാത്തത് പോലെയുണ്ട്. അപ്പം ഞാനും മോളും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ വ്ളോഗ്സൊക്കെ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഇന്നിനി രാത്രിയൊക്കെ ഫുഡൊന്നും ആക്കണ്ടല്ലോ. അതുകൊണ്ട് ഇനി കുറച്ച് സമയം റിലാക്സ് ചെയ്യാൻ ടൈം കിട്ടും. ഇത് ഞാൻ രാത്രി എടുത്ത വീഡിയോ ആണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ നെറ്റിപ്പട്ടാണത്. അതിൻ്റെ വൂളൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചത് കൊണ്ട് എടുത്ത് കഴുകി ഉണക്കിയിട്ട് രണ്ടാമതും ഫിക്സ് ചെയ്യുന്നതാണ്. 2022 നാട്ടിൽ പോയപ്പോൾ എൻ്റെ ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡിൻ്റെ ചേച്ചി പഠിപ്പിച്ചു തന്നതാണ് നെറ്റിപ്പട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ടൈമിലൊന്നും പിന്നെ ഞാൻ യൂട്യൂബ് വീഡിയോസൊന്നും എടുക്കുന്നുണ്ടായിട്ടില്ല. അതിൻ്റെ ബേക്കിൽ റൂമിലൊന്നും വെച്ചിട്ട് കാണുന്നില്ലേ, അത് ഗുരുവായൂരിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.